ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിതാ അതിലെല്ലാം മന്തി മസാല ഇത് കുഴച്ചുങ്ങാണ്ട് ഇറച്ചി ഇതിൽ വെച്ചുങ്ങാണ്ട് ഒന്ന് ആവിക്ക് വെച്ചിട്ട് എടുത്തിട്ട് ഗ്രില്ലിങ് മെഷീനിൽ വെച്ച് വേവിക്കാണ് കേട്ടോ മക്കളെ. പൊരി മന്തി ഉണ്ടാക്കാനാണ്. ഇതിലിതാ മുളകൊക്കെ ഇട്ട് ആവി വന്നു എപ്പത്തിന് കണ്ടിട്ടാ. മുളകൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇതാ ചില്ലി മുളക് ഉണ്ടല്ലോ, നമ്മളെ വറ്റൽ മുളകൊക്കെ മുകളിൽ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇന്ന് വെന്ത് ഇട്ടിട്ട് അപ്പോഴത്തേക്ക് നമുക്ക് അരിയൊക്കെ ഒരു 3/4 മണിക്കൂർ അരി പുതർത്തിയിട്ടുണ്ട്. വേമ്പ അരിയാണ്, ബസ്മതി റൈസാണ്. ഇതിൽ കിടന്ന് വേവട്ടെ കേട്ടോ. നല്ലോണം വെന്ത് ഇട്ടിട്ട് ഈ റൈസ് ഇതാ നമ്മൾ ഒരു 3/4 മണിക്കൂർ പുതർത്തിയിട്ടുണ്ട്. 1 മണിക്കൂർ ഒക്കെ പുതർത്തല്ലേ വേവുള്ളതാണെങ്കിൽ, ഇത് വേവില്ലാത്തതല്ലേ. ഞാൻ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കണം. എന്നിട്ടോ വെള്ളം തെളിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ അരി ചെരിഞ്ഞ് കൊടുക്കണം. അതൊപ്പളാണ് വെക്കിയത്. അതുവരെ പിടിച്ചില്ല, പതിരികളൊക്കെ വയ്യ പറയട്ടപ്പോ ഞാൻ. എന്നിട്ട് ആ ഒരു 3/4 വേവ് പുതർത്തിട്ട അരി ഇതൊക്കെ അതിലിട്ടിക്കണ്. പിന്നെ ഏലക്കായി, കറാമ്പട്ട, കറാമ്പൂവൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ ലേസം ഞാൻ ഉണക്കനാറിന്റെ പൊടി ഇട്ടിട്ടുണ്ട്. അതൊന്നൊക്കെ മുന്നേ പിടിച്ചിരുന്ന് എന്നോട് നെക്കാൻ മറന്നുപോയി. ആരോടായാലും നെക്കാൻ മറന്നുപോയി. അപ്പൊ വീണ്ടും ഒന്ന് പറഞ്ഞതാണ് മക്കളെ. അരി ഇതിന്റെ അടിയുണ്ടാ മമ്മി? മന്തിന്റെ റൈസാണ്, കാണാൻ തന്നെ മന്തി റൈസാണ്. അപ്പൊ ഇനി ഇതിൽ കിടന്നൊന്ന് വേവട്ടെ. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഇനി ഒന്ന് വേവട്ടെ. അങ്ങനെ ഇതാ നമ്മൾ ഇതിലേക്ക് കുറച്ച് അങ്ങനെയല്ലല്ലോ, ഒരു കട്ട വീഴും എടുക്കുക. ഇതൊക്കെ ഇട്ടാൽ നമ്മൾ ഇതിലേക്ക് ലേശം എണ്ണ, പൂനാരങ്ങ, ഇതിന്റെ എസൻസ് എന്താണ് ഈ ചിക്കന്റെ ചിക്കൻ വേവിച്ച വെള്ളമാണ് കേട്ടോ. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു, നാരങ്ങ ഒഴിച്ചതാണ്. എണ്ണ വെച്ചാൽ സൺഫ്ലവറിൻ്റെ എണ്ണ ആണ് കേട്ടോ. അങ്ങോട്ട് വലിക്കണമെങ്കിൽ അപ്പം അത് പരട്ടി കൊടുക്കുകയാണ്. എല്ലാം എൻ്റെ ഉണങ്ങിയ മാതിരി ആയിപ്പോവും. ആയിക്കോട്ടെ. അങ്ങനെ അതിട്ടാ നമ്മളെ പെരി മന്തി പെരിമേരി സവായ എന്താടി പറയുന്നത്? പേരൊന്നും അറിയില്ല മക്കളെ, തിന്നാനേ അറിയുള്ളൂ. പണ്ടൊക്കെ അറിയും, ഇപ്പൊക്കെ മറന്നുപോയി. എന്തും കൊണ്ടിരിക്കണ് ഇതാ ഊറ്റാണ്. തീ ഓഫാക്കിയേ, കാരണം വെന്ത് പോത്. ഇതൊക്കെ ഇട്ടാൽ നമ്മൾ മന്തിൻ്റെ ഡ്രൈസ് ഇതിലിട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇതിന് ഇങ്ങനെ ഭക്ഷണം കൂടെ ചെരിഞ്ഞ് കൊടുക്കുമ്പോളെ ഇതാക്കട്ടെ. ഒന്നുമില്ല. ഇതിട്ടാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെയില്ല, പൊടിഞ്ഞടക്ക്. ഇത് നമുക്ക് നല്ലോണം അതൊന്നും ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് കുറച്ച് ഇതിൻ്റെ സ്റ്റോക്ക് ഉണ്ട്, ചിക്കൻ വെന്ത സ്റ്റോക്കിൻ്റെ ആണ് കേട്ടോ. അത് കുറച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കി അരി ഇതിട്ട് കൊടുക്കും മോളെ, ചോറിട്ട് കൊടുക്ക്. എന്നിട്ട് ഫോൺ ആദ്യം അവിടെ വെക്ക്, പിന്നെ കേൾക്കാറ്. അതിനെ കൊണ്ട് തുടച്ചതിലിട്ട് കൊടുക്കുക. ഇട്ട കത്തിക്കാണ് ഇട്ടാ നമ്മള് കണലിടാൻ. മക്കളെ എന്താ ചൂട്, എന്റെ പിടിക്കണോ പോയോ? ഓ കയ്യൊക്കെ പോയി മക്കളെ, കയ്യ് പോയി. പിടിക്കുന്ന സാധനം ഇവിടെ പോയി ഇരിക്കണ സൈഡില്. ഇത് കാടി ചോറ്റിലേക്ക് വീഴും.
മതി. ഈ എണ്ണ മമ്മൻ്റെ അടുത്ത് പോകാം. മൂടിയോടെ പോയി. മമ്മൻ്റെ മോനാണ്. ഇതൊക്കെ നമ്മളിതാ നിരത്തി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. നമുക്ക് വെപ്രാളം കൊണ്ട് പറയാൻ പറ്റിയില്ല. അത് എടുത്തേക്കുമ്പോൾ നമുക്ക് ഈ ഗ്ലാസ് ഇതാ എണ്ണ അല്ലാണ്ട് ഒഴിച്ചു കൊടുക്കുക. മാറി മൂടി വെച്ച് ഇപ്പം അതിൻ്റെ പണി കഴിഞ്ഞിട്ട് ഓഫ് ആക്കാം. ഇതട്ടാ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ഇതിലേക്ക് ലേശം ഞാൻ അതിൻ്റെ ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മുളകിൻ്റെ അതിൽ പരട്ടിയ ഇതിലേക്ക് നമുക്ക് എടുത്തിട്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നമ്മളിതൊക്കെ എടുത്തിടുകയാണ് കേട്ടോ. അതിൻ്റെ ശേഷം ഒന്ന് കൂട്ടി കുഴച്ചൊന്ന് റെഡി ആക്കിയാൽ നമ്മളെ മന്തി റെഡി ആയിക്കുന്നു മക്കളെ. ഇതാ ഇതിങ്ങനെ നന്നായിട്ട് കൂട്ടി ഇങ്ങനെ കുഴയ്ക്കുക. അപ്പോഴാണ് നമുക്ക് മന്തിൻ്റെ അതും കൊണ്ട് കിട്ടുക. നന്നായിട്ട് കൂട്ടി കുഴച്ചിട്ട് കാട്ടിത്തരേ. അങ്ങനെ ഇതാക്കെ റെഡി ആയിട്ട് ഇതാ പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നു കഴിക്കുകയാണ്. ഉഷാറാണ്. ഒന്നുകൂടെ പറയും ഉഷാറാണ്. ഇന്ന മോളെ അപ്പുറം ഇരുന്നോ, അത് പിടിക്കൂല. ഇവിടെ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.